ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫൈൻഡിങ് ദ റൂട്ട് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ LP-UP പരീക്ഷകളിൽ LP-UP മുൻകാല വർഷ ചോദ്യങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്രയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, PSC ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ PSC എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പലർക്കും ഉള്ള സംശയമാണ് ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, SCERT പഠിച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LP-UP പരീക്ഷയാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ചോദ്യം നോക്കിക്കേടാ, മെസോപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്. നമ്മുടെ UPSA ചോദിച്ച 80/2024 UPSA ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, എന്തായിരുന്നു ചോദ്യം? മെസോപ്പൊട്ടാമിയൻ ജനതയുടെ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മുടെ ഓപ്ഷൻസിൽ ക്യൂണിഫോം ഉണ്ട്, സ്ഫിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിഗറാത്തുകൾ ഉണ്ട്, അതുപോലെ തന്നെ കാൽഡിയൻ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസിൽ ഉള്ളത്. ഇതിന്റെ ഉത്തരം നമുക്ക് എന്താണ്, SCERT ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്ത് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക്, അത് 6ാം ക്ലാസ്സിലെ ഏതാണ്, നമ്മുടെ സോഷ്യൽ സയൻസിൽ ചാപ്റ്റർ 1 എന്താണ്, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നൊരു ചാപ്റ്റർ ഉണ്ട്. എന്താണ്, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LP-UP സിലബസിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നദീതട സംസ്കാരങ്ങൾ അല്ലേ. മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ അല്ലെ, ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് LP-UP സിലബസിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു സിലബസ്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു SCERT ചാപ്റ്റർ ആണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ളത്. ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ നദീതട സംസ്കാരങ്ങൾ എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈജിപ്ഷ്യൻ, ചൈനീസ് ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് മെസോപ്പൊട്ടോമിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെസോപ്പൊട്ടോമിയെ കുറിച്ച് ആ ഒരു SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കേടാ, മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നദികൾക്കിടയിലെ പ്രദേശം. എന്താണ്, നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാരണം? എന്തുകൊണ്ടാണ് കാരണം? യൂഫ്രട്ടീസ് അതുപോലെ തന്നെ ടൈഗ്രീസ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂഫ്രട്ടീസ് അതുപോലെ തന്നെ ടൈഗ്രീസ് എന്ന് പറയുന്ന നദികൾക്കിടയിലായിട്ടാണ് ഈ ഒരു പ്രദേശം എന്ത് ചെയ്തിരിക്കുന്നത്, സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇനി നിലവിൽ ഈ ഒരു പ്രദേശം എന്തിന്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ ഇറാഖിന്റെ ഭാഗമായിട്ടാണ് മെസോപ്പൊട്ടോമിയ വരുന്നത്. ഇനി സുമേറിയൻ, അതുപോലെ തന്നെ ബാബിലോണിയൻ, അസീറിയൻ, അതുപോലെ തന്നെ കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ അത് കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരം എന്ത് ചെയ്തിരിക്കുന്നത്, രൂപപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 സംസ്കാരങ്ങൾ? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സുമേറിയൻ, ബാബിലോണിയൻ, അതുപോലെ തന്നെ അസീറിയൻ, കാൽഡിയൻ. ഈ 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരം എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടായി വന്നിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത് പിന്നെ നമ്മുടെ SCERT പറയുന്നത് അവരുടെ നഗര ജീവിതം അതുപോലെ തന്നെ അവരുടെ എഴുത്ത് വിദ്യയൊക്കെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. നോക്കിയടാ, മെസോപ്പൊട്ടോമിയൻ നഗര ജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത എന്ന് പറയുന്നത് ആരായിരുന്നു? സുമേറിയക്കാരായിരുന്നു. അവരായിരുന്നു ആ ഒരു നഗര ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആദ്യത്തെ സംഭാവന നൽകിയ ആൾക്കാരെന്ന് പറയുന്നത്. ഇനി മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അല്ലെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഉറുക്ക് ലഗാഷ്. എന്താണ്? ഉറുക്ക് ലഗാഷ്. ഈ 3 നഗരങ്ങളാണ് മെസോപ്പൊട്ടോമിയൻ ആ ഒരു സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. ഇനി മെസോപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അല്ലെ, അവരുടെ ആ ഒരു ലിപി ഏതായിരുന്നു? ആ ലിപി, അതിന്റെ പേരാണ് ക്യൂണിഫോം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യൂണിഫോം എന്നാണ് നമ്മൾ മെസോപ്പൊട്ടോമിയക്കാരുടെ ആ ഒരു എഴുത്ത് ലിപിയെ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിപിയുണ്ട്. അത് ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് നിങ്ങൾ ജസ്റ്റ് താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിലേക്ക് വീണ്ടും വരാം. മെസോപ്പൊട്ടോമിയക്കാരുടെ എഴുത്തിന് പറയുന്നതാണ് ക്യൂണിഫോം എന്ന് പറയുന്നത്. ഇനി ഈ ലിപി വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സുമേറിയക്കാരാണ് ഈ ലിപി എന്ത് ചെയ്തത്, വികസിപ്പിച്ചത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഷേപ്പ്? എങ്ങനെയാണ്? ആപ്പിന്റെ ആകൃതിയിൽ, അതായത് വെഡ്ജ് ഷേപ്ഡ് രീതിയിലാണ് ഈ ഒരു ലിപി എന്ത് ചെയ്തിരിക്കുന്നത്, കാണപ്പെടുന്നത്. ഇനി
കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. അവരെവിടെയാണ് എഴുതിയിരുന്നത്? കളിമൺ ഫലകങ്ങളിലാണ്. ഇനി കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങൾ എഴുതാനായിട്ട് അവർ എന്ത് ചെയ്തിരുന്നത്? യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോടാ. ഇനി പറയുന്നത് മെസോപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ? നോക്കിക്കേ, ശാസ്ത്രവും ഗണിതവും ആ മേഖലയിൽ അവർ എന്തൊക്കെ സംഭാവനകളാണ് നൽകിയത്? ഒന്ന്, ചാന്ദ്ര പഞ്ചാംഗം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കണക്കാക്കി. അതുപോലെ തന്നെ ഹരണവും ഗുണനവും, എന്തൊക്കെയാണ് ഹരണവും ഗുണനവും ഒക്കെ അവര് കൊണ്ടുവന്നു. ഇനി നിയമങ്ങൾ, എന്തൊക്കെ നിയമങ്ങളായിരുന്നു അവർ കൊണ്ടുവന്നത്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ എന്ത് ചെയ്തിരുന്നത്? ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പൊ ആദ്യമായിട്ട് നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എപ്പോഴായിരുന്നു? സുമേറിയൻ നമ്മുടെ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇനി ഈ നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് പിന്നെ എന്ത് വന്നത്? നമ്മുടെ ഹമ്മുറാബിയുടെ നിയമസംഹിതയൊക്കെ വന്നത് ഇവരുടെ ഈ നിയമങ്ങളെ പരിഷ്കരിച്ചിട്ടാണ് വന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? ഈ ഹമ്മുറാബിയുടെ നിയമപരിഷ്കൃത എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയടാ, ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എന്താണ് ആ ഒരു നിയമസംഹിതയാണ് നമ്മൾ എന്തു പറയുന്നത്? ഈ ഒരു ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഇനി എന്താണ് ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ഏതാണെടാ? നമ്മുടെ ഹമ്മുറാബിയുടെ നിയമ സംഹിതയാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഈ ഒരു ശിക്ഷാ രീതിയൊക്കെ ഏതിൽ വന്നതാണ്? ഈ ഒരു നിയമസംഹിതയിൽ ഉള്ളതാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമാണല്ലേ ഇതാ കിടക്കുന്നത്. സിഗറാത്തുകൾ. സിഗറാത്തുകൾ നോക്കിയടാ, മെസോപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ. അതല്ലായിരുന്നു നമ്മുടെ ചോദ്യം. ആ ആരാധനാലയങ്ങളുടെ പേര് എന്തായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത് അല്ലെ. നോക്കിക്കേ, മെസോപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവ എവിടെയാണ് നമുക്ക് ഈ സിഗറാത്തുകൾ, ഈ ഒരു ആരാധനാലയങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? പ്രധാനമായിട്ടും നഗരങ്ങളിലാണ് നമുക്ക് ഈ ആരാധനാലയങ്ങൾ കാണാനായിട്ട്, അല്ലെങ്കിൽ അവർ പണി കഴിപ്പിച്ചിരുന്നത് എവിടെയായിരുന്നു? നഗരങ്ങളിലായിരുന്നു. ഇനി എന്തൊക്കെ യൂസ് ചെയ്താണ് ഇത് പണി കഴിപ്പിച്ചിരുന്നത്? ഇഷ്ടികകളും ഇഷ്ടികകൾ ഉപയോഗിച്ചായിരുന്നു പ്രധാനമായിട്ടും സിഗറാത്തുകൾ നിർമ്മിച്ചിരുന്നത്. ഇനി ഇപ്പോഴും ഉർ എന്ന് പറയുന്ന നഗരത്തിലെ സിഗറാത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഉർ എന്ന് പറയുന്ന നഗരത്തിലെ സിഗറാത്ത് എന്ത് ചെയ്യുന്നു? ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് സിഗറാത്തിന്റെ ഫോട്ടോ കാണാം. ഇതാണ് സിഗറാത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? നമ്മുടെ ചോദ്യത്തിലേക്ക് വീണ്ടും എത്തി. മെസോപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓപ്ഷൻസിൽ ക്യൂണിഫോം ഉണ്ടായിരുന്നു, സ്ഫിങ്സ് ഉണ്ടായിരുന്നു, സിഗറാത്തുകൾ ഉണ്ടായിരുന്നു, കാൽഡിയൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പൊ കൂടെ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഏതാണ്? സിഗറാത്തുകളാണ് മെസോപ്പൊട്ടാമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, സിഗറാത്തുകളാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്യൂണിഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ ലിപിയായിരുന്നു. മെസോപ്പൊട്ടാമിയക്കാരുടെ ലിപിയായിരുന്നു ക്യൂണിഫോം. എഴുത്ത് ലിപിയായിരുന്നു ക്യൂണിഫോം എന്ന് പറയുന്നത്. അവരുടെ ആരാധനാലയത്തിന്റെ പേരെന്തായിരുന്നു? സിഗറാത്തുകൾ എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു SCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ LP UP എക്സാമിൽ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ചോദ്യവും ഇതിന്റെ ഉത്തരവും അതിന്റെ ആ ഒരു SCERT അനാലിസിസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? വീണ്ടും നമ്മുടെ LP UP പരീക്ഷയിൽ നിന്നൊരു ചോദ്യവും അതിന്റെ അനാലിസിസുമായിട്ട് അടുത്ത ഫൈൻഡിങ് ദ റൂട്ട്സിന്റെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.